Hey guys, welcome back. Plus 2 ഫിസിക്സിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ, മാസ് ആൻഡ് എനർജി ആർ ഇന്റർകൺവേർട്ടിബിൾ. കാൽക്കുലേറ്റ് ദ എനർജി ഇക്വാലന്റ് ടു 1 gram ഓഫ് സബ്സ്റ്റൻസ്. ഒരു ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കാണാൻ പറയുന്നു. മാസിനെയും എനർജിയും കണക്ട് ചെയ്യുന്ന റിലേഷൻ നമുക്കറിയാം. അത് E is equal to mc² ആണ്. എം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ബോഡിയുടെ മാസ് ആണ്. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. മാസ് തന്നിട്ടുണ്ട്. മാസ് എം എന്ന് പറയുന്നത് 1 gram ആണ്. ഒരു ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് 1 × 10⁻³ കിലോഗ്രാം ആണെന്ന് കിട്ടി. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. ദാറ്റ് ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. E is equal to മാസ് എന്ന് പറയുന്നത് 1 × 10⁻³ ആണ്. സി എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. അയാളുടെ സ്ക്വയർ എടുത്തു, 3 × 10⁻⁸ ഹോൾ സ്ക്വയർ. സിമ്പിൾ അല്ലേ, എളുപ്പമാണ്. നമുക്ക് കിട്ടി 10⁻³ ഇൻറ്റു 3ന്റെ സ്ക്വയർ 9 ആണ്, 10⁻18ന്റെ സ്ക്വയർ 10⁻16 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 10⁻13 ജൂൾ എന്ന് ആൻസർ കിട്ടി. സോ ഒരു ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 9 × 10⁻13 ജൂൾ ആണ്. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി. മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറയാണ്. നമുക്കറിയാം E is equal to mc² ആണ് ഐൻസ്റ്റീന്റെ റിലേഷൻ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ്. സോ ഈ ഇക്വേഷനെ തന്നെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് EB ബൈൻഡിങ് എനർജി കൊടുത്തു, മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് ΔM അതായത് മാസ് ഡിഫക്റ്റ് കൊടുത്തു, c² കൊടുത്തു. ഇക്വേഷൻ നമുക്ക് കിട്ടി. EB is equal to ΔM c² ആണ് ബൈൻഡിങ് എനർജിയെയും മാസ് ഡിഫക്റ്റിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ. ബൈ.